ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട CP രാധാകൃഷ്ണന് കോൺഗ്രസ് ആശംസകൾ നേർന്നു. 1952 രാജ്യസഭയിൽ ആദ്യ ഉപരാഷ്ട്രപതി സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ജയറാം രമേശ് അനുസ്മരിച്ചു. സർക്കാരിന്റെ നയങ്ങളെ ന്യായമായും സ്വതന്ത്രമായും സത്യസന്ധമായും വിമർശിക്കാൻ പ്രതിപക്ഷ ഗ്രൂപ്പുകളെ അനുവദിച്ചില്ലെങ്കിൽ ജനാധിപത്യം സ്വേച്ഛാധിപത്യത്തിലേക്ക് അധപതിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1952 മെയ് 16 രാജ്യസഭയുടെ ഉദ്ഘാടന ദിവസം വളരെ പ്രശസ്തനായ തത്വചിന്തകനും വിദ്യാഭ്യാസ വിദഗ്ധനും എഴുത്തുകാരനും നയതന്ത്രജ്ഞനുമായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഒരു പാർട്ടിയിലും ഉൾപ്പെടുന്നില്ല. അതായത് ഈ സഭയിലെ എല്ലാ പാർട്ടികളിലും ഞാൻ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ്. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉയർന്ന പാരമ്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിനും എല്ലാ പാർട്ടികളുടെയും നീതിയോടും നിഷ്പക്ഷതയോടും കൂടി പ്രവർത്തിക്കുന്നതിനും ഞാൻ ശ്രമിക്കും. ആരോടും വിദ്വേഷത്തോടെയും എല്ലാവരോടും സൽസ്വഭാവത്തോടെയും സർക്കാരിന്റെ നയങ്ങളെ ന്യായമായും സ്വതന്ത്രമായും തുറന്ന് വിമർശിക്കാൻ പ്രതിപക്ഷ ഗ്രൂപ്പുകളെ അനുവദിച്ചില്ലെങ്കിൽ ഒരു ജനാധിപത്യം സ്വേച്ഛാധിപത്യമായി അധപതിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്ന് രമേശ് എക്സിൽ കുറിച്ചു. കൂടാതെ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ താൻ പ്രസംഗിച്ച കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിലും ആത്മാവിലും പ്രവർത്തികമാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.